ശംസായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ എടുക്കുന്ന വിഷയം ഈശോ പഠിപ്പിച്ച ആ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഈശോ ആദ്യം ചൊല്ലുന്നത് നസ്രത്തിൽ നിന്ന് പരസ്യ ജീവിതത്തിനായി പുറപ്പെടുന്ന ഈശോ ഒരു സായം സന്ധ്യയ്ക്ക് മാതാവുമായി ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ടാണ്. ഈ തരുണത്തിൽ എൻ്റെ ഓർമ്മയിൽ വരുന്ന ആ അഗ്നിസാക്ഷി എന്നുള്ള നോവൽ തുടങ്ങുന്നത് കൈലാസനാഥൻ്റെ മുടിക്കെട്ടിൽ ഉടക്കിക്കിടന്ന ഒരു ഹിമഗണം താഴെ ഒരു ഭക്തൻ്റെ ദാഹം, അതിൻ്റെ തീഷ്ണത, അതിനെ ചേർത്ത് നിൽക്കുവാൻ കഴിയാതെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന, അതൊരു മഹാനദിയായിത്തീരുന്ന, ആ ഗംഗയായിത്തീരുന്ന ഈശോ ഈ പഠിപ്പിച്ച ഈ പ്രാർത്ഥനയും ഒരാകാശ ഗംഗയായി പിതാവിന് പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ആ രംഗം വളരെ ദുഃഖവും അസ്വസ്ഥതയും നിറഞ്ഞ ഒരു അവസരത്തിലാണ്. മേരിക്ക് തൻ്റെ ഏക ആശ്രയമായ ഈശോ തൻ്റേത് മാത്രമല്ലാതായിത്തീരുന്ന ഒരു സമയം, അവനെ കാത്തിരിക്കുന്ന ദാരിദ്ര്യം, ഒറ്റപ്പെടുത്തൽ, കുറ്റപ്പെടുത്തൽ, തിരസ്കരണം, ഇതെല്ലാം അവൾക്കറിയാം. എങ്കിലും പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ആ സ്നേഹത്തെ ത്യജിക്കുന്നത് ഉപരി സ്നേഹത്തിനെ സ്വീകരിക്കുവാനാണെന്ന് മേരിക്കറിയാം. എങ്കിലും അവളൊരമ്മയാണ്. ഈശോയും ദുഃഖിതനാണ്. കാരണം മേരിക്ക് മറ്റൊരാശ്രയം ഇല്ല. ആ ജോസഫിൻ്റെ മരണത്തിന് ശേഷം പൂർണ്ണമായും മേരിയുടെ സംരക്ഷണവുമെല്ലാം ഈശോയുടെ കൈകളിലാണ്. ഈ അവസരത്തിലാണ് ആ വിട പറയലിൻ്റെ തീഷ്ണത നമുക്കറിയുന്നത്. തീർച്ചയായും ഈശോ ദുഃഖിതനാണ്, മേരി അതിലും ദുഃഖിതയാണ്. ഈ അവസരത്തിൽ ഈശോയെ യാത്ര അയക്കുവാൻ വേണ്ടി മേരി വളരെ ചെറിയ ഒരു തുണിസഞ്ചി, അതിൽ കഷ്ടിച്ച് കുറച്ച് ദിവസത്തേക്ക് വേണ്ട ആഹാരങ്ങൾ, ഇത്രയും മാത്രമേ അവൻ വലിയൊരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ കരുതുന്നുള്ളൂ. ഈ സമയം മേരി ദുഃഖിതയാണ്, കരയുന്നു, നെടുവേർപ്പെടുന്നു. ഈശോ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. പിന്നെ മേരിയെ അമ്മേ എന്നുള്ളൊരു വിളി, ആ വിളി 12-ാമത്തെ വയസ്സിൽ ഈശോയെ ആ ദേവാലയത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ എന്തിനെന്നെ അന്വേഷിച്ച് പിതാവിൻ്റെ ഭവനത്തിൽ ഞാനായിരിക്കേണ്ടതല്ലേ എന്ന് പറയുന്ന ആ ഒരു ചെറിയ കുറ്റപ്പെടുത്തലിൻ്റെ നിഴലുണ്ടായിരുന്നു. ആ മകൻ മനസ്സിലാക്കുകയാണ് അമ്മയുടെ ദുഃഖം. ഈ സമയത്ത് അമ്മയെ ചേർത്ത് പിടിച്ച് ആ നസ്രത്തിലെ അടുക്കളത്തോട്ടത്തിൽ, പച്ചക്കറിത്തോട്ടത്തിൽ ഇറങ്ങിച്ചെന്ന് അവരൊന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന ആദ്യം മുതൽ വളരെ സ്പഷ്ടമായും വ്യക്തമായും ഉറച്ചും അവരേറ്റ് ചെല്ലുമ്പോൾ ഈശോ കൈവിരിച്ച് പിടിച്ചിരിക്കുകയാണ്, ആശീർവദിക്കുന്നത് പോലെ. മേരി കൈകൂപ്പി ആശീർവാദം സ്വീകരിക്കുന്നത് പോലെ. അവിടെ അവർ ഊന്നി പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. രണ്ടാമത്, അവിടുത്തെ തിരുവിഷ്ടം മാത്രം പൂർത്തീകരിക്കണമേ. ഈ രണ്ട് വാക്കുകൾ അവർ കൂടുതൽ ഊന്നി പറയുന്നു. കാരണം അമ്മയും മകനും പരസ്പരം സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ ത്യാഗം ഉപരി സ്നേഹത്തിൻ്റെ
ആ മഹത്വത്തിന് വേണ്ടി സമർപ്പിക്കുന്ന അവസരം തീർച്ചയായിട്ടും ഈ സമയത്ത് അവരന്നന്ന് അപ്പത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. ബെനഡിക്ട് 16 പാപ്പ ജീസസ് ഓഫ് നസ്രത്ത് എന്ന ഗ്രന്ഥത്തിലെ അന്നത്തെ അപ്പത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ആത്മീയതയിൽ വളർന്നവർക്ക് ദിവസവും ദൗത്യം പൂർത്തീകരിക്കുവാൻ വേണ്ടി അതിൻ്റെ ഭാഗമായ ദുഃഖങ്ങളും പ്രയാസങ്ങളും സഹനങ്ങളും എല്ലാമാണ്. ഇത് തന്നെയാണ് അവരും പ്രാർത്ഥിച്ചത്. സാധാരണക്കാരെ പോലെ അല്ല മേരിയും ഈശോയും. അവരാത്മീയതയുടെ തലങ്ങളിലേക്ക് വളർന്ന ആ പ്രാർത്ഥന, ഈ പ്രാർത്ഥന നമ്മളെയും പഠിപ്പിക്കുന്നത് നമ്മൾ ഈ ലോകത്തിലാണെങ്കിലും പിതാവായ ദൈവത്തിൻ്റെ രാജ്യത്തിൽ നിരന്തരം ചരിക്കുന്നവരായി, ആ അനുഭവത്തിൽ കൂടുതൽ വളരുന്നവരായി. ഈ അനുഭവമാണ് മേരിക്കും ഈശോയ്ക്കും അവരന്ന് ദാഹത്തോടെ പ്രാർത്ഥിച്ചത്. നമുക്കും ആ പ്രാർത്ഥന, ആ ചെറിയ പ്രാർത്ഥന, അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് കടക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് മദർ തെരേസയുടെ ജീവിതത്തിൽ 1946 അവൾക്ക് 36 വയസ്സ് പ്രായമുള്ളപ്പോൾ അവൾ ഒരു ശബ്ദം കേൾക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. അവൾ അതിനെക്കുറിച്ച് എന്നും ധ്യാനിക്കുമായിരുന്നു. പക്ഷേ 1992 തൻ്റെ 82ാമത്തെ വയസ്സിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ നോയമ്പ് കാലത്ത് ഒരു സന്ദേശമായി എനിക്ക് ദാഹിക്കുന്നു എന്ന ആ പ്രാർത്ഥന സന്ദേശം അതവളെ കോരിത്തരിപ്പിച്ചു. ഇതും എന്നും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്നത് നമ്മൾ ആത്മീയമായി വളരുന്നതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനയുടെ അർത്ഥങ്ങളും ആഴങ്ങളും അതിൻ്റെ അനുഭവങ്ങളുമെല്ലാം ആഴത്തിലാവുന്നു. ഈശോ പഠിപ്പിച്ച ആ ഒരേ ഒരു പ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന, അതിനുവേണ്ടിയുള്ള കടങ്ങൾ ക്ഷമിക്കുവാനും പരിവർത്തനത്തിനും വേണ്ടിയുള്ള അനുഭവം, ഇതെല്ലാം നമുക്ക് ഈശോയോട് ചേർന്ന്, ഈശോ നമ്മുടെ കൂടെ പ്രാർത്ഥിക്കാനുള്ളപ്പോൾ ആ പ്രാർത്ഥന തീർച്ചയായും ദൈവസന്നിധിയിൽ സ്വീകാര്യമായി തീരുന്നു. സഭയിലെ എല്ലാ പ്രാർത്ഥനകളും നമ്മൾ പ്രാർത്ഥിക്കുന്നത് കർത്താവായ ഈശോ മിശിഹാ വഴി പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്ന ആ പ്രാർത്ഥന, അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് ഏറ്റിയെല്ലാൻ ശ്രമിക്കാം. ആമേൻ.